ഹായ് ഓൾ, പുതിയൊരു വീഡിയോ കാണാം. ഇന്ന് ഇവിടെ നമുക്ക് 3 കേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേക്ക് തന്നെ ബേക്ക് ചെയ്തപ്പോൾ നല്ല പണിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 2 കിലോൻ്റെ ബാറ്റർ നമ്മൾ 12 ഇഞ്ചിലാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഈ ഒരു ടിന്ന് ഇങ്ങനെ ചെരിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സൈഡിലേക്ക് ബാറ്റർ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പ് പോലെയാണ് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു ലെയർ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും കേക്ക് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോട്ടൽ 3 കേക്ക് ചെയ്യാനുണ്ട്. നമ്മളിവിടെ ഫാമിലിയിൽ എല്ലാവരും കൂടിയും ഒരുമിച്ച് ഒരു സദ്യ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓണത്തിൻ്റെ മുന്നേ നടന്ന കാര്യമാണ് കേട്ടോ. ഓണത്തിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ ചെയ്തതായിരുന്നു. അപ്പോൾ ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് സദ്യ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്ത ദിവസം ഇക്കുൻ്റെ കസിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ സർപ്രൈസായിട്ട് കേക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കേക്ക് സെറ്റ് ചെയ്യാണ്. സദ്യ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഫാമിലി ഒരുമിച്ച് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പോൾ വലിയ ഫാമിലി ആയതുകൊണ്ട് കുറച്ച് കേക്ക് പോരാ, എല്ലാവർക്കും കേക്ക് എത്തണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ 6 കിലോ കേക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 സ്ക്വയർ കേക്ക് നമ്മൾ ഓരോ കേക്കും 2.5 കിലോ വീതം നമ്മൾ 5 കിലോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1 കിലോ കേക്ക് റൗണ്ട് കേക്ക് അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കേക്കാണ് കേട്ടോ. അങ്ങനെ നമുക്ക് 6 കിലോ ആണ് ടോട്ടൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വയർ കേക്ക് നമ്മൾ 2 ലെയേഴ്സായിട്ടാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫില്ലിംഗ് ആയിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബോട്ടിൽ നമ്മൾ ഈ ഒരു 2 കേക്കിന് വേണ്ടി മാത്രം ഫുള്ളി കംപ്ലീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കേക്കായിട്ട് ചെയ്തു. അത് മാക്സിമം പീസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരത്തി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യം ഇവിടെ അധികം ആർക്കും അറിയില്ല കേട്ടോ, സർപ്രൈസ് ആണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ദിവസമായിട്ട് സദ്യ ഇത് നൈറ്റിലാണ് കേട്ടോ. നമ്മൾ 3 കേക്കും ഫൈനൽ കോട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ സദ്യക്കുള്ള നമ്മൾ പച്ചക്കറിയൊക്കെ എല്ലാവരും അവിടെ കട്ട് ചെയ്യേണ്ടിട്ടോ. നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു 3 കേക്കും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത ദിവസം നമുക്കിവിടെ തറവാട്ടിൽ ഇവിടെ വെച്ചിട്ടാണ് സാമ്പാറും അതുപോലെ പായസവും ഉണ്ടാക്കണത് ഒരുമിച്ച്. ബാക്കി എല്ലാ വിഭവങ്ങളും ഓരോരുത്തർ ഓരോ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിലും ഈ 2 ഐറ്റംസ് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ വർക്കിന് ഇരിക്കാൻ എത്രത്തോളം ടൈം കിട്ടുമെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ കോട്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 3 കേക്കും. ഡിസൈനിങ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും പ്ലാൻ ചെയ്ത പോലെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ കേക്കെല്ലാം നമ്മൾ ഫൈനൽ കോട്ട് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ നമ്മളിവിടെ വീട്ടിലെപ്പോഴും കേക്ക് ചെയ്യണതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഇടയിൽ കേക്ക് ചെയ്യുമ്പോൾ ആർക്കും വലിയ ഡൗട്ടൊന്നും തോന്നില്ല കേട്ടോ. കാരണം ആർക്കാന്ന് ചോദിക്കണ ചോദ്യം പോലും വരില്ല, പുറത്തേക്കാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളിവിടെ രാവിലെ എല്ലാവരും കൂടി കൂടിയിട്ട് സാമ്പാർ ഉണ്ടാക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടാക്കാനുള്ള വിഭവം നമ്മൾ രസമായിരുന്നു കേട്ടോ. അപ്പോൾ സാമ്പാറിനും ഇവിടെ കുറച്ച് പേര് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രസം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. പിന്നെ ഇവരെല്ലാവരും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് രസം കഴിച്ചിട്ടുള്ള അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്നുള്ളതും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനുള്ള കൂട്ട് ഞാൻ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു പാക്ക് റെഡിമെയ്ഡ് മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വേണം, കുറച്ചല്ല, കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഓരോരുത്തരോട് ഇങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് രസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു രസമൊക്കെ ആയ ടൈമിൽ ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനുള്ള വറവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തത് പായസമാണ് കേട്ടോ. അപ്പോൾ പായസം ഉണ്ടാക്കുക അറിയുന്ന ആൾക്കാർ അതിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ അവരെ വീട്ടിൽ ഇതേപോലെ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ പായസം കുറച്ച് കൂടുതൽ വേണം. ഇതൊക്കെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതും റെഡിയാക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഇടയിലിടയിൽ ഓരോരോ ക്ലിപ്പ് എടുക്കുകയാണ് കേട്ടോ. കംപ്ലീറ്റ്ലി നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇത് റെഡി ആയതിന് ശേഷം വേണം നമുക്ക് കേക്ക് ചെയ്യാൻ. അപ്പോൾ കേക്കിൻ്റെ ഈ ഒരു ബർത്ത്ഡേ ഉള്ള ആളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് ചെയ്യാനെന്ന് വിചാരിച്ച് കേക്ക് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ചെയ്യണത്.
പിന്നെ ഫോണ്ടൻറ്റിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ കട്ട് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ടൈം കിട്ടില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ അവിടെ സദ്യക്ക് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും വിഭവങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, തിരക്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു സദ്യ കഴിയുന്ന ടൈമിലേക്ക് ഈ ഒരു 3 കേക്കും അവിടെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ സദ്യ കഴിഞ്ഞ് ഇവിടെ വന്ന് ഡെക്കറേഷൻ ചെയ്യാനുള്ള ടൈമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം. ആളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ടൈം എടുത്ത് ഡിസൈൻ ചെയ്യാനൊന്നും ഒന്നുമില്ല. ഈ ഫ്ലവേഴ്സ് വെച്ചിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ഡിസൈനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ഇതെല്ലാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് അവിടെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോക്കിന് ഏകദേശം നല്ല ലേറ്റ് ആയിരുന്നു. എല്ലാവരും സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ കൊടുന്ന് സദ്യ വിളമ്പലും കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫസ്റ്റിൽ മുതൽ തന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഒരു ഫസ്റ്റ് ട്രിപ്പിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓരോരുത്തർ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളും ഇക്കാരൊക്കെ ആദ്യം തന്നെ ഫസ്റ്റ് ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് വലിയ ഫാമിലി ആയതുകൊണ്ട് ഒരു ട്രിപ്പിലോ 2 ട്രിപ്പിലൊന്നും ഇവിടെ കഴിയൂല കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരുത്തർ ഓരോരോ ഗ്യാങ്ങായിട്ട് ഓരോരോ സൈഡിലായിട്ട് ഇരിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ബാച്ചിൽ നമ്മൾ സദ്യ വിളമ്പിയപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോരോ വിഭവങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വലിയ റിസ്ക് ഒന്നുമില്ല കേട്ടോ. നല്ലൊരു അനുഭവമാണ്. കാരണം നമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടലുണ്ടെങ്കിൽ കൂടി സദ്യ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്. പിന്നെ നല്ല റിസ്ക് ഒന്നുമില്ലല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. ഓരോരുത്തർ ഓരോ വിഭവങ്ങളായിട്ട് വരുന്നതൊക്കെ കറക്റ്റായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മിസ്സായി കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ട്രിപ്പിൽ അടുത്ത ബാച്ചായിട്ട് നമ്മളാണ് കേട്ടോ കഴിക്കാനുള്ളത്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഓരോരോ വിഭവങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ സദ്യ വിളമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് കഴിച്ചതിന് ശേഷം ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒക്കെ ലാസ്റ്റിലുമാണ് നമുക്ക് ആളുടെ കേക്ക് സർപ്രൈസായിട്ട് കൊടുക്കാനുള്ളത്. ഇതിപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടെൻഷനുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ എങ്ങനെയൊക്കെ ആവും എന്നുള്ളത്, സർപ്രൈസ് ആവുമോ എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം അത് നമ്മൾ എന്താ പറയുക സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. കേക്കുകളൊക്കെ പെട്ടെന്ന് അവളെ കാണാതെ കൊടുന്ന് വെച്ചു. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു വീഡിയോസൊന്നും ഞാനിതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ. ഇതിപ്പോൾ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, അതിൽ നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഉണ്ടല്ലോ അത് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കേക്കിൽ മുകളിൽ ഫുള്ളി ആയിട്ടുണ്ടായിരുന്നു. 3 കേക്കിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റുണ്ടായിരുന്നു. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് ഇനി എടുക്കുന്ന ആൾക്കാരൊക്കെ സെപ്പറേറ്റ് എടുത്ത് മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഇവിടെ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾ ശരിക്കും സർപ്രൈസായിരുന്നു. നമ്മൾ ബർത്ത്ഡേക്കും ആനിവേഴ്സറിക്കൊക്കെ അവർ കേക്ക് കട്ട് ചെയ്യലുണ്ടെങ്കിലും സർപ്രൈസായിട്ട് ഇത് ആൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമുക്കും തന്നെ കറക്റ്റായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവൾ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുട്ടികൾക്ക് കുറച്ച് ഗെയിമൊക്കെ കളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോരോ ഏജിനനുസരിച്ച് ഓരോരോ ടീമാക്കിയിട്ട് നമ്മൾ ഓരോരോ ഗെയിം കളിക്കണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രമല്ല ഞങ്ങൾ വലിയ ആൾക്കാരും കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇതിൽ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണില്ല എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു ദിവസം. അപ്പോൾ താങ്ക് യു.